എല്ലാരും തള്ളിമറിക്കുകയാണ്. ഓരോ പോസ് നോക്ക്, ഓരോരോ പോസുകൾ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന, ഓരോരോ കാലുകൊണ്ട് ചവിട്ടുന്ന പോസ്. ചോറ് കഴിക്കുവാണോ ഋഷി? പിസ്സ ഗോപുരം കണ്ടോ? എനിക്കിതാ കൈ. യെസ്, എനിക്കിതാ. ആ ശരി. ഇവിടെ ഫുള്ള് കഞ്ചാവിന്റെ മണം. സ്കൂൾ പിള്ളേരാ. ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ഇറ്റലിയിലെ പിസ ഗോപുരം കാണാനാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. ടെക് ട്രാവലീറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനിർമ്മിതിയിലെ പിഴവ് കാരണം അതൊരു ലോകത്തിലെ അത്ഭുത സംഭവമായി മാറിയ ആ മനോഹരമായിട്ടുള്ള പിസ ഗോപുരത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താ ഭംഗി നോക്ക്, ഒരു രക്ഷയില്ലാത്ത കിഡിലൻ ഫ്രെയിം നോക്ക്. നല്ല സ്കൈ ഉണ്ടല്ലേ ഇന്ന്, നല്ല സ്കൈ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, നല്ല വെയിലൊക്കെ ആയിട്ട് ആ ഒരു പിസ ഗോപുരത്തിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം. പിസ ഗോപുരം ചരിഞ്ഞു നിൽക്കുന്നു. അതിന്റെ പുറകിലായിട്ട് നമുക്ക് ഇവരുടെ ഒരു കത്തീഡ്രൽ നിൽക്കുന്നു. അത് കത്തോലിക്ക സഭക്കാരുടെ കത്തീഡ്രലാണ്. പിസ ഗോപുരവും കത്തീഡ്രലും അതേപോലെ തന്നെ ബാപ്റ്റിസ്ട്രി ടവറും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു സമുച്ചയം തന്നെയാണ് ഇത്. ആ ഒരു സമുച്ചയത്തിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഇന്ന് പകർത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാവിലെ തന്നെ ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് ഭയങ്കരമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാം. ശരിക്കും ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഭവം കാണുന്നതിന് വേണ്ടിയാണ് നമ്മൾ അൽബേനിയയിൽ നിന്നും വിമാനമെടുത്ത് പിസ എന്ന ഈ നഗരത്തിലേക്ക് വന്നത്. ഇവിടെ വന്ന് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഒരു വല്ലാത്തൊരു ഫീലാണ്. ഞങ്ങളിന്നലെ രാത്രിയിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. രാത്രിയിലത്തെ ദൃശ്യം കാണാനായിട്ട്. ഇന്നലത്തെ വീഡിയോയിൽ അത് കാണിച്ചില്ല. ആ ഒരു സംഭവം, ആ ഒരു രാത്രിയിൽ ഇതെങ്ങനെയാണെന്നുള്ള ആ ഒരു ക്ലിപ്സ് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് കാണിച്ചു തരാം. ഞാനിതിന് ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് വേറൊരു ഭംഗിയിലൊക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ രാത്രിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ രാത്രിയിൽ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. എന്നൊക്കെ പറഞ്ഞാലും പറ്റുകയാണെങ്കിൽ നിങ്ങളിവിടെ പിസയിൽ വന്ന് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണുക, പകലും കൂടെ വന്ന് കാണുക. ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കയറാം. 296 പടികളുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നടന്ന് കയറാനായിട്ട് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ അത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ആ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം. അത് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ സാധിക്കത്തില്ല. കാരണം അത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ അറ്റ് എ ടൈം ഇതിൻ്റെ മുകളിലേക്ക് കയറ്റുള്ളൂ. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമ്മൾ കയറുന്നുണ്ട്. 296 പടികൾ കയറി അതിൻ്റെ മുകളിലേക്ക് കയറുന്നതിനോടൊപ്പം ഇവിടുത്തെ കാഴ്ചകളും ഈ പിസ ഗോപുരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ കത്തീഡ്രലിനുള്ളിലേക്ക് നമുക്ക് സൗജന്യമായിട്ട് പ്രവേശിക്കാം. അതിന് പേയ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ പിസ ഗോപുരത്തിൻ്റെ മുകളിൽ കയറണമെങ്കിലും അതേപോലെ തന്നെ മറ്റേ ബാപ്റ്റിസ്ട്രി ബിൽഡിങ്ങിലേക്കൊക്കെ കയറണമെന്നുണ്ടെങ്കിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഇത് ആ കാണുന്ന സ്ഥലത്തായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ. വളരെ മനോഹരമായിട്ട് ഇത്തരത്തിൽ പുൽത്തകിടികളൊക്കെ പിടിപ്പിച്ച് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മുടെ താജ്മഹലൊക്കെ കാണാൻ പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ആ ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടവർ ശരിക്കും 4 ഡിഗ്രിയാണ് ചരിഞ്ഞിരിക്കുന്നത്. ആ 4 ഡിഗ്രി ചരിവ് അവർ ശരിക്കും ഇത് പണിതിന് ശേഷം 5.5 ഡിഗ്രി വരെയൊക്കെ ചരിവ് വന്നിരുന്നു. ആ ചരിവ് 4 ഡിഗ്രിയിലേക്ക് ഇവർ മാനുവലി പണിത് കുറച്ചതാണ്. അപ്പോൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടി കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത്, അതായത് അങ്ങോട്ടാണല്ലോ ചരിഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഇവർ ലെഡിൻ്റെ ബ്ലോക്കുകൾ വെച്ചിട്ട്, പിന്നെ അതേപോലെ നമ്മൾ ഈ തെങ്ങൊക്കെ ചരിയുന്ന സമയത്ത് വലിച്ചു കെട്ടുമല്ലോ, അതേപോലെ പല രീതിയിൽ വലിച്ചു കെട്ടിയൊക്കെ വളരെ എന്താ പറയുക സയൻറ്റിഫിക് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ ചരിവ് ഇവർ കുറച്ചത്. ഇതിൻ്റെ കഥ പറയുകയാണെങ്കിൽ വളരെ കോമഡിയാണ്. ഞാനതൊക്കെ പറയാം. ഇതൊക്കെ മുകളിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൂറിസ്റ്റുകൾ ധാരാളം ഉണ്ട്. നമുക്ക് 10:15 നമുക്കുള്ളിലേക്ക് കയറേണ്ട പ്രവേശന സമയം. സമയം ഇപ്പോൾ 9:15 ആയതേ ഉള്ളൂ. അവിടെ ചോദിച്ചപ്പോൾ നമ്മൾ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഈ ബാഗ് അവിടെ ലോക്കറുണ്ട്. ആ ലോക്കറിൽ കൊണ്ട് വെച്ചിട്ട് കയറുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഇവിടെ വന്ന് ക്യൂ നിന്നാൽ മതി എന്നാണ് പുള്ളി പറഞ്ഞത്. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും എന്തൊക്കെയോ പ്രത്യേക ഭംഗി. ഇതിൻ്റെയൊക്കെ കളർ നോക്കി, ഈ ക്യാമറ നോക്കി, ഡിസ്പ്ലേയിൽ നോക്കി, ആ ഓറഞ്ച് കളറ്, ബ്ലൂ കളറ്, യുണീക്ക് സ്റ്റൈൽ അല്ലേ, ഒരു വല്ലാത്തൊരു യുണീക്ക് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് റോമൻ സ്റ്റൈലാണല്ലോ. നമ്മുടെ ഈ പിസ ഗോപുരം പണിതിരിക്കുന്നത് നമ്മുടെ ഇറ്റാലിയൻ മാർബിളും കരിങ്കല്ലും ഉപയോഗിച്ചിട്ടാണ്. ഇതിൻ്റെ ഈ സ്ഥലത്തൊക്കെ ധാരാളം സുവനീർ സ്റ്റോറുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് റൂം ഉണ്ട്. പിന്നെ അപ്പുറത്ത് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലോക്ക് റൂമിൽ നമുക്ക് ബാഗ് വെക്കാം. ഇവിടെ വന്ന ഈ മെഷീനിൽ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബാഗ് അകത്ത് വെക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഒരു ടിക്കറ്റ് കിട്ടി. ഇതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോവാം. സിമ്പിൾ പരിപാടി. അപ്പോൾ നമ്മൾ ബാഗ് വെച്ചിട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ടൂറിസ്റ്റുകൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലും ബഹളത്തിലുമാണ്. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഒരു രീതിയുണ്ട്. അത് ആ രീതിയിൽ ഫോട്ടോ എടുക്കണം, എന്നാലേ അത് ഭംഗിയാവുള്ളൂ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് എല്ലാവരും തള്ളിമറിക്കുകയാണ്. പിസ ഗോപുരം തള്ളിമറിച്ച് വേണം നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട്. അതായത് ഇവിടെ കാണുന്ന ഈ തൂണിന്റെ മുകളിൽ കയറി ഇതേപോലെ നിൽക്കണം.
ഇതേപോലെ നിന്നിട്ട് നമ്മളിങ്ങനെ പിസാ ഗോപുരത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നതായിട്ട് 2 കൈയും വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. അങ്ങനെയാണ് അപ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. ദൂരെ നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു ശരിക്കുള്ള ചരിവ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കിനും മനസ്സിലാവും, കയറി കഴിഞ്ഞാൽ ഒന്നും കൂടെ മനസ്സിലാവും. എന്നിരുന്നാലും ദൂരെ നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പ്രത്യേക ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ വരുന്ന ആൾക്കാർ, ഭൂരിഭാഗം ആൾക്കാരും ഇത് ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോകത്തേ ഉള്ളൂ. ഇത് വന്ന് കണ്ടിട്ട് പോകുന്നതിന് നിങ്ങൾക്ക് കാശ് ചെലവൊന്നുമില്ല, ടിക്കറ്റോ കാര്യങ്ങളൊന്നും എടുക്കൊന്നും വേണ്ട. എന്തോരം ടൂറിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നോക്ക്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എത്രയൊക്കെ ആളുകളാണ് ഈ ഒരു പിസാ ഗോപുരം കാണാനായിട്ട് വരുന്നത്. എന്താ അല്ലേ? ഓരോ പോസ് നോക്ക്, ഓരോരോ പോസുകൾ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന ഓരോരോ പോസുകൾ കാണാനായിട്ട് പ്രത്യേകം ഭംഗിയാണ് കേട്ടോ. കാലുകൊണ്ട് ചവിട്ടുന്ന പോസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് പോസുകൾ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എവിടെ എന്തോരോ ആൾക്കാരെ നിൽക്കുന്നതിലേക്ക് ധാരാളം പോലീസുകാരും ഉണ്ട്. കാരണം ഇവിടെ വേറെ ക്രൈമും കാര്യങ്ങളൊന്നും നടക്കാതിരിക്കാനായിട്ട് ഇഷ്ടം പോലെ പോലീസുകാർ ഇവിടെ ഉണ്ട്. അവരിങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ നേരെയായിട്ട് നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഒരൊറ്റ മനുഷ്യനും വേറൊരു സംഭവത്തിന്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നില്ല എന്നുള്ളതാണ് രസം. ഇവിടുത്തെ പിസാ ഗോപുരത്തെക്കാട്ടി ഭംഗിയുണ്ട് നമ്മുടെ കത്തീഡ്രലിനും അതേപോലെ തന്നെ നമ്മുടെ ബാപ്റ്റിസ്ട്രിക്കും ഒക്കെ. അപ്പോൾ ആ കെട്ടിടങ്ങളൊന്നും ആർക്കും കാണണ്ട, എല്ലാവർക്കും പിസാ ഗോപുരം മാത്രം കണ്ടാൽ മതി. അതാണ് സംഭവം. ചോറ് കഴിക്കുവാണോ ഋഷി? ചോറ് കഴിക്കുവാണോ? ആണോ? പിസാ ഗോപുരം കണ്ടോ? പിസാ ഗോപുരം? ലണ്ടൻ വെച്ച് വേണം. ആരോടാ പറയുന്നത് ലണ്ടൻ വെച്ച് വേണോന്ന്? പാപ്പിൽ ബ്രോന്റെ പേര് ഋഷിക്കുട്ടൻ മാറ്റി പാപ്പിൽ ബ്രോ ആക്കി. അടിപൊളിയല്ലേ? നല്ല രസമില്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയുണ്ട്. സ്കൈ ആണോ കണ്ടത്? സ്കൈ മാത്രമേ കണ്ടുള്ളൂ, പിസാ ഗോപുരം കണ്ടില്ല. അതാണ് നല്ല രസല്ലേ? ഓക്കെ, ലണ്ടൻ ബസ് കൊണ്ടുവരാട്ടോ അപ്പാ. എവിടെ ലണ്ടൻ ബസ്? എവിടെ ലണ്ടൻ ബസ്? ലണ്ടൻ ബസ് ചോറ് കഴിച്ചോണ്ടിരിക്കുക വീട്ടിൽ. കൊണ്ടുതരാമേ. ഐ ലവ് യു. ശരി, ഞാൻ വിളിക്കാമേ. നമ്മുടെ പുറകെ കാണുന്ന ഈ പിസാ ഗോപുരം എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ബെൽ ടവറാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്രിസ്ത്യൻ പള്ളികളിൽ ഈ മണി ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു ടവർ പല സ്ഥലങ്ങളിലും ഉണ്ടാവും. കുരിശടിയല്ല, ബെൽ ടവർ. അപ്പൊ അത്തരത്തില് ബെല്ല് തൂക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒരു ടവറാണ് പിസാ ഗോപുരം എന്ന് പറയുന്നത്. അതിന്റെ മുകളില് നമുക്കൊന്നല്ല 7 ബെല്ലുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന്റെ മേളിൽ കയറുമ്പോഴത്തേക്കും നമുക്ക് കാണാം, പോയി കണ്ട് മനസ്സിലാക്കാം. 1173 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അപ്പൊ അന്ന് ബൊണ്ണാനോ പിസാനോ എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്ട് ആണ് ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1173 ആരംഭിച്ച ഇതിന്റെ നിർമ്മാണം തീരുന്നത് 1372 അതായത് ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നത്. അതായത് 652 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ആ ഒരു പിസാ ഗോപുരത്തിലാണ്, അതിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, മാർബിളും സ്റ്റോണും ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 183 അടി 3 ഇഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 56 മീറ്റർ വരും. ഈ 12ാം സെഞ്ചുറിയിൽ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോഴത്തേക്കിനും ഇതിനകത്ത് വന്നൊരു മെയിൻ പിഴവെന്ന് പറയുന്നത് ഇവിടുത്തെ മണ്ണിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ മണ്ണിന്റെ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ കേവലം 3 മീറ്റർ മാത്രം ആഴത്തിൽ ഉള്ള ഒരു ചെറിയ ഫൗണ്ടേഷൻ എടുത്ത് നിർമ്മിച്ചത് കൊണ്ടാണ് ഇത് ശരിക്കും ചരിഞ്ഞു ഉണങ്ങിയത്. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കി 2 നില പണിത് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ആ ചരിവ് ആരംഭിച്ചത്. അപ്പോൾ 2 നില പണിത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നീട് ചരിഞ്ഞു പോകുന്നു എന്നുള്ളൊരു സന്ദർഭം വന്നപ്പോഴത്തേക്കിനും അതിന്റെ നിർമ്മാണം അവരവിടെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് കുറേ പ്രാദേശിക പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നീട് ഏകദേശം ഒരു 100 വർഷത്തോളം അതിന്റെ നിർമ്മാണം അവർ തുടർന്നില്ല. ഇതിന്റെ നിർമ്മാണം ഞാൻ പറഞ്ഞല്ലോ 200 വർഷങ്ങൾ കൊണ്ടാണ് നടന്നതെന്നുള്ളത്. ആ 200 വർഷങ്ങൾക്കിടയിൽ 3 സ്റ്റേജായിട്ടാണ് ശരിക്കും ഇതിന്റെ ഒരു നിർമ്മാണം അവർ പൂർത്തിയാക്കിയത്. 1173 ഇതിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ നടത്തി അതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ വൈറ്റ് മാർബിളും ബാക്കിയുള്ള സംഭവങ്ങളും ഇട്ടിട്ട് അവർ നിർമ്മിച്ച് തുടങ്ങി. 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിന്റെ ചരിവ് കണ്ടുപിടിച്ചു. ആ ചരിവ് കണ്ടുപിടിച്ചതിന് ശേഷം അത് നിർത്തി. പിന്നെ 1178 ആയപ്പോഴത്തേക്കിനും ഇത് ശരിക്കും ഇത് മണ്ണിലേക്ക് കുഴിഞ്ഞ് അല്ലെങ്കിൽ ഇടിഞ്ഞ് താണ് വീഴും എന്നുള്ളൊരു രീതിയിലേക്ക് വരെ ആയി മാറി. പിന്നീട് 1233 പിന്നീട് ഇതിന്റെ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ അവർ ആരംഭിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ വേണ്ട രീതിയിൽ ആ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിക്ക് ഉപയോഗിച്ചിട്ടുള്ള ബലപ്പെടുത്തലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട്
അവര് 1260-264 കാലഘട്ടത്തില് അവര് മാർബിളും കല്ലും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ബാക്കിയുള്ള നിർമ്മാണം പൂർത്തിയാക്കുമായിരുന്നു. ഇതിന്റെ 7ാമത്തെ നില കംപ്ലീറ്റ് ചെയ്തത് 1319-ലാണ്. അതിനുശേഷം 1372-ലാണ് ഇതിന്റെ ബെൽ ചേംബർ നിർമ്മിച്ചത്. അതായത് ബെൽ ചേംബർ നിർമ്മിച്ച് ബെല്ലൊക്കെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തത്. ഒരു റോമൻ ഗോത്തിക് എലമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് റോമൻ സ്റ്റൈലിലാണ് ഇവിടുത്തെ ഈ ഒരു എൻറ്റയർ ഏരിയ അവർ നിർമ്മിച്ചിരിക്കുന്നത്, ഇൻക്ലൂഡിങ് കത്തീഡ്രലും പിസ ടവറും എല്ലാ സംഭവങ്ങളും എല്ലാം കൂടി. വേൾഡ് വാർ 2 സമയത്തൊക്കെ ധാരാളം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പല സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ കഴിഞ്ഞ 650 വർഷങ്ങൾക്കിടയിൽ 5-6 മേജർ എർത്ത് ക്വേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ എർത്ത് ക്വേക്കുകൾ വരെ ഈ കാണുന്ന പിസ ഗോപുരം റെസിസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. 1991 ഇതിന്റെ ചരിവ് 5.5 ഡിഗ്രി വരെ ആയി മാറുകയും പിന്നീട് നമ്മുടെ ഇപ്പോൾ നിലവിൽ മോഡേൺ ആയിട്ട് എന്തൊക്കെ ടെക്നിക്കുകളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതെല്ലാം വെച്ചിട്ട് അവര് ആ ഒരു ചരിവിനെ 3.9 ഡിഗ്രി ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. അപ്പൊ അതാണ് പിസ ഗോപുരത്തിന്റെ ബേസിക് ആയിട്ട് പറയാനുള്ള ചരിത്രം എന്ന് പറയുന്നത്. തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ബാപ്റ്റിസ്ട്രി ഇല്ലേ, ആ ബാപ്റ്റിസ്ട്രി ഇവിടെ പണ്ടുണ്ടായിരുന്ന ബാപ്റ്റിസ്ട്രിയെ റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടി 1152 നിർമ്മാണം ആരംഭിച്ചതാണ്. അത് ആ ഒരു കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ 1363-ലാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. കത്തീഡ്രലും ഏകദേശം അതേ ഒരു പഴക്കം തന്നെയുള്ള കത്തീഡ്രലാണ്. എന്തായാലും ഈ ഒരു ഭാഗം നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ ഒരു കറക്റ്റ് ആ ഒരു ലേഔട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു കോട്ട മതിലുകൾക്കുള്ളിലായിട്ട് കത്തീഡ്രലും ബാപ്റ്റിസ്ട്രിയും അതേപോലെ തന്നെ ബെൽ ടവറും നിൽക്കുന്ന ഒരു സംഭവം. പിന്നെ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മ്യൂസിയം ഷോപ്പുകളും അങ്ങനെയുള്ള പല കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തേക്കൊന്നും വണ്ടിയിൽ വരാൻ പറ്റത്തില്ല, കുറച്ചധികം നടന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. റോമിൽ നിന്ന്, അതായത് ഇറ്റലിയിലെ റോം എന്ന് പറഞ്ഞ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ ട്രെയിൻ മാർഗം സഞ്ചരിച്ചാൽ നമുക്ക് പിസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോമിൽ വന്നിട്ട് ട്രെയിൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിസ ഗോപുരം കണ്ടിട്ട് തിരിച്ചു പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിസയിലേക്ക് വന്നിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്ക് വന്നിട്ട് ഈ ഗോപുരം കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാം. എത്ര മനുഷ്യർ, എത്ര എഞ്ചിനീയർമാർ എത്ര എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ആ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ആ ഒരു ആർക്കിടെക്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു ഗോപുരം മറഞ്ഞു വീഴാതെ കണ്ട് ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്നത് അല്ലേ? അതെ, ഭയങ്കര സംഭവം. ഫൗണ്ടേഷൻ എന്തായിരിക്കും അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ശരി, അതും പൊളിച്ചു പണിയാതെ കണ്ട് ആ നിലവിൽ ഉണ്ടാക്കിയ ആ ഗോപുരം അതേപടി അവര് വീണ്ടും നിലനിർത്തിയില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ സമയം 10:15 ആകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ മുകളിലേക്ക് കയറ്റി വിടും. 296 സ്റ്റെപ്പ് നമ്മളിന്ന് കയറണം. നമ്മൾ ഹോട്ടലിൽ നിന്ന് രാവിലെ ഒരു 2 കിലോമീറ്റർ നടന്നാണ് ഇവിടേക്ക് എത്തിയത്. കാരണം ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും വരത്തില്ല. വണ്ടി വരുമായിരിക്കും, വണ്ടി വരണമെങ്കിൽ കുറേ ചുറ്റിക്കറങ്ങി വരണം. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ റൂം എടുക്കുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോഴത്തേക്കിനും ഈസിയാണ്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് നടന്ന് വരാം, തിരിച്ചു പോകുമ്പോഴും മറ്റൊക്കെ ചെയ്യാം. നമ്മൾ രാവിലെ ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് റിസപ്ഷനിൽ തന്നെ ബാഗ് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അങ്ങനെ ആ ചരിത്ര നിർമ്മിതിയായ ആ ഒരു പിസ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. വലതുകാലെടുത്ത് വെച്ചു. മാർബിൾ കല്ലുകൾ നമുക്ക് താഴെ കാണാം. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും വുഡൻ ഡോറുകൾ നമുക്ക് കാണാം. ഈ വുഡൻ ഡോറൊക്കെ ഒളിഞ്ഞിരിക്കുകയാണ്. ഇതെന്താ ഇങ്ങനെ ചെരിച്ചു വെച്ചതാവും. അതും ഇവിടെ മൊത്തത്തിൽ എല്ലാത്തിനും ഒരു ചരിവാണ്. എല്ലാത്തിനും ഒരു ചരിവാണ് മൊത്തത്തിൽ. അപ്പൊ ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ വേണം നമ്മൾ കയറാനായിട്ട്. നമ്മൾ ഇതിൽ കയറി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ചരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഇതിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാല് പോയി എന്റെ ഈ കാല് നേരെയും ഈ കാല് വളഞ്ഞു വരിക്കുന്നേ കണ്ടോ. നമുക്ക് ഈ 2 കാല് നേരെ വെച്ച് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മറ്റേ അപ്സൈഡ് ഡൗൺ ഹൗസുകളൊക്കെ കടത്തില്ലേ, അതേപോലെ നമുക്ക് കൺഫ്യൂസിങ് ആവും. മേ ബി അത് തന്നെയാണ് ഇതിന് സംഭവിച്ചിട്ടുണ്ടാവുക. എങ്ങനെ ചെരിഞ്ഞിരിക്കും ഡോറും മേ ബി അങ്ങനെ ആയിരിക്കാം. മേ ബി ഇവിടെ എന്തോ സംഭവമുണ്ട്. പിന്നെ ഇവിടെ കുറെ ഇതുപോലെയുള്ള ഫലകങ്ങൾ, മാർബിൾ ഫലകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കൊള്ളാല്ലേ, നല്ല വലിയ മാർബിൾ ഫലകങ്ങൾ. ഇതിന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പിസ ഗോപുരത്തിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ശരിക്കും എം ടി ആണ്. കണ്ട, ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് എം ടി ആണ്, കാലിയാണ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ എന്താ മനസ്സിലാക്കുക, പുറത്ത് നോക്കുമ്പോഴത്തേക്കിനും ഒരു വലിയൊരു ടവർ, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ കാലിയാണ്. ഇവിടെ നേരെ എങ്ങനെയാണ്, അതായത് നേരെ നിൽക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ചരിവ് അളക്കുന്ന മെഷീനാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. അങ്ങനെ എന്താ സംഭവമാണിത്. എന്താ ഒപ്റ്റിക്കൽ ലെവൽ അങ്ങനെ നോക്കുന്ന എന്തോ ഒരു പരിപാടിയാണ്. തല കറങ്ങുന്നത്, തല കറങ്ങുന്നുണ്ട്. ചെറുതായിട്ടല്ല, കാര്യമായിട്ട് തല കറങ്ങുന്നുണ്ട്. നിങ്ങൾ പിന്നെ ഭക്ഷണം കൂടെ കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് തലകറക്കം വെച്ചിട്ട് കൂടുതലായിരിക്കും. അയ്യോ, ഇത്
ഭയങ്കര സംഭവട്ടോ, നല്ല തണുപ്പോട്ട് ഇതിനകത്ത് കയറിയപ്പോഴത്തേക്കിനും. ഇവിടെ താഴെ ഇങ്ങനെ നമുക്ക് ഇരുന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടി കുറച്ച് ചെയറല്ല ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൾക്കാർ കയറി വരുമ്പോൾ മനസ്സിലാക്കാൻ ഇതിനകത്തുണ്ട് കണ്ടോ, ഡിഗ്രി മനസ്സിലാക്കാനുള്ള ഒരു ഇത് കണ്ടോ. ഇത് ഇവരിങ്ങനെ മെഷർമെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ചരിവുകൾ വരികയാണെങ്കിൽ ഈ 1990 കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ ചരിവ് 5 ഡിഗ്രി ആയിരുന്നു എന്നും അത് കുറച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഏകദേശം 8 വർഷം സമയമെടുത്തു ആ പ്രക്രിയ ചെയ്യാനായിട്ട്. ആ സമയത്ത് ഇവിടെ ഈ 8 വർഷക്കാലത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് സന്ദർശകരെ ആരെയും കയറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർ സന്ദർശകരെയൊക്കെ കയറ്റി തുടങ്ങിയത്. ഇവിടെ ഇങ്ങനെ പല ഭാഗങ്ങളിൽ ആ ഒരു ചരിവ് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കുറേ മെഷർമെൻറ്റ് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു സ്ഥലം കാണാം നമുക്ക്. ഇത്തരത്തിൽ 1, 2 ഈ 2 സംഭവങ്ങൾ കാണാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. മേ ബി കാറ്റ് കയറാനോ അല്ലെങ്കിൽ വെളിച്ചം കയറാനോ വല്ലതുമായിരിക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ഒരു മത്സ്യരൂപം കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, വേറെ ഒന്നുമില്ല. ഇവിടെ എന്തോ ഒരു വെയിറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു സംഭവമാണ്, അതിൻ്റെ ഒരു എഞ്ചിനീയറിങ്ങിൻ്റെ എന്തെങ്കിലും പരിപാടിയായിരിക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു AD 1173 ആ ഒരു നിർമ്മിച്ച സമയത്തെ അതിൻ്റെ ഒരു പ്ലാനും പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ള വിവരിക്കുന്ന ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ 296 പടികൾ കയറാൻ പോവുകയാണ്. നമ്മൾ ഇത് കാണുമ്പോഴത്തേക്കിനും എനിക്ക് നമ്മുടെ നാട്ടിലെ ലൈറ്റ് ഹൗസുകളാണ് ഓർമ്മ വരുന്നത്. ഇത് വെളിച്ചം കയറുന്നതിന് വേണ്ടി ചെയ്തായിരിക്കും അല്ലേ ഇത്? കാരണം പണ്ട് കാലത്ത് വെളിച്ചം പരിപാടികളൊക്കെ വേണമായിരുന്നല്ലോ. ഇത്രയും വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഈ പറഞ്ഞ പോലെ വൈദ്യുതിയും സംഭവമൊന്നും ഇല്ലല്ലോ. അപ്പോൾ തീയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുക വരില്ലേ. അതുകൊണ്ട് മാനുവലി വെളിച്ചം കയറുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഹോൾസ് ആണ് അത്. അതും ഈ പറഞ്ഞ പോലെ വളരെ നാരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, വെളിച്ചം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ എന്താ പറയുക സ്കാറ്റർ ചെയ്ത് പോകുന്ന രീതിയിൽ എന്തോ പരിപാടിയൊക്കെയാണ്. ശരിക്കും തല ഇറങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ കയറുമ്പോഴൊക്കെ ഇങ്ങനെ ചരിഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും തല പിടിച്ച് ക്യാമറ പിടിച്ച് പിടിക്കാൻ വയ്യേ അല്ലേ? ഇങ്ങനെ ചരിഞ്ഞാ കയറുന്നത് അല്ലേ? ശരിക്കും നല്ല ഫീൽ ആവുന്നുണ്ടോ? ശരിക്കും ആ ചരിവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ മാർബിളൊക്കെ കണ്ടില്ലേ തിളങ്ങുന്നത്? ചവിട്ടി പോളിഷ്ഡ് ആയ സ്പേസ് ഉണ്ടല്ലേ ഇവിടെ? ആ, നല്ല വലിയ സ്റ്റെപ്പാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളെന്താ കുരിശി തറച്ച പോലെ നിൽക്കുന്നത്? ഇത് ഞാൻ തല കറങ്ങുന്ന ചെരിഞ്ഞോണ്ടിരിക്കുകയാണോ? നമുക്ക് ടവറിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു കാഴ്ച കണ്ടോ, അതും ചരിഞ്ഞ ഫീലാ. മൊത്തത്തില് എല്ലായിടത്തും ചരിഞ്ഞ ഫീലാ. 296 സ്റ്റെപ്പ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിന്റെ മേളിൽ കയറാതിരിക്കരുത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് കയറി പോവാം. വളരെ വീതിയുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്. എല്ലാവരും കയറി പോകുന്നുണ്ട്. നേരത്തെ ടിക്കറ്റ് എടുക്കണം, ഇല്ലെങ്കിൽ കയറി പോകാൻ പറ്റില്ല. ഈ സ്റ്റെപ്പുകൾക്ക് ഒരു സംഭവം കണ്ടോ, ഇവിടെയാണ് ആളുകൾ ചവിട്ടുന്നത്, ഇവിടെ അല്ല. ഇവിടെ കണ്ടോ, ഈ ആളുകൾ ചവിട്ടുന്ന ഭാഗമെല്ലാം കുഴിഞ്ഞിരിക്കുന്നത് കണ്ടോ? അത് ചവിട്ടി പോളിഷ്ഡ് ആയിട്ട് കുഴിഞ്ഞതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ? എല്ലാ സ്റ്റെപ്പുകളും ആ ചവിട്ടുന്ന ഭാഗത്തിന് കുഴിവുണ്ട് കണ്ടോ? അതെന്തായിരിക്കും അല്ലേ? എത്ര വർഷമായിട്ട് ആളുകൾ ഇങ്ങനെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നതാ. അങ്ങനെ നമ്മള് ഓൾമോസ്റ്റ് മുകളിലെത്തിയിരിക്കുകയാണ്. മുകളിലെത്തുമ്പോഴത്തേക്കിനും നമ്മുടെ ചെങ്കല്ല് പോലെ ഒരു കല്ലിവിടെ കാണാം. ഇത് മാർബിൾ അല്ല, എനിക്ക് തോന്നുന്നത് ഇത് ലൈം സ്റ്റോൺ ആയിരിക്കും അല്ലേ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെങ്കല്ല് പോലത്തെ ഒരു കല്ലാണ് ഇവിടെ കാണുന്നത്. മേ ബി ഇതൊക്കെ റീസ്റ്റോർ ചെയ്ത് റിനോവേറ്റ് ചെയ്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അങ്ങനെ നമ്മൾ കയറി നമ്മൾ ആ ഒരു ബെൽ ടവറിൻ്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബെല്ലവിടെ ഹായ്, ഇതിന്റെ മേളിലായിരിക്കും ബെല്ല്. ആ, ഇതിനകത്തോട്ട് കയറാം. ഇതിന്റെ മേളിൽ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ കത്തീഡ്രലിന്റെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കത്തീഡ്രൽ. എന്താ ലുക്ക്! ഇതിന്റെ ഉള്ളിൽ നമുക്ക് കയറണം. ഇവിടെയുള്ള എല്ലാ മോണുമെന്റ്സിന്റെ ഉള്ളിൽ കയറണം. അപ്പോൾ ഇത് ഇറങ്ങി വന്നെങ്കിൽ വി വിൽ ഗോ ടു ദ ടോപ്പ് ഫ്ലോർ. ഇത് കുറച്ച് ചെറിയ സ്റ്റെപ്പാണ്. അതും കണ്ടോ, ഇങ്ങനെ ആളുകൾ ചവിട്ടുന്ന ഭാഗമൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? കുഴിഞ്ഞിരിക്കുന്ന കണ്ട. ഇത് കുറച്ചേ ഉള്ളെന്ന് തോന്നുന്നല്ലേ? ഇതിനകത്തുകൊണ്ട് ഇതുപോലെയുള്ള ഹോൾസ്, ദ്വാരങ്ങൾ, വെളിച്ചം കയറുന്നതിന് വേണ്ടിയുള്ളത്. കുറച്ചല്ലോ, ഇതും കുറയല്ലോ, കുറച്ചല്ല തീരുന്നില്ലല്ലോ. എന്റെ പൊന്നു, എവിടെ ഇനിയുണ്ട് സ്റ്റെപ്പ്? ഇനിയുണ്ട്. ഇതെന്തോ ഒരു അന്തവും ബന്ധവും ഇല്ല, എത്തുന്നില്ലല്ലോ ഒരു സ്ഥലത്തും. വീണ്ടും നമ്മൾ കയറി അതിന്റെ ഭാഗത്തെത്തി. ഇതാണ് നമ്മൾ ഇതിന്റെ മേളിൽ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച. എന്താ അടിപൊളി. ഫാസിൽ ബ്രോ ക്ഷീണിച്ച് അവശനായി, പാവം. പൂർക്കൈ ബെല്ല് ഇവിടെ. എവിടെ ബെല്ല്? ഇവിടെ ഉണ്ടാ? ആ,
ഇതേ മണി അടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ? ഡോണ്ട് വാക്ക് അണ്ടർ ദ ബെൽസ്. ഓഹ്, എന്ത് മണിയല്ലേ! ഇത്തരത്തിലുള്ള 7 മണികളാണ് ഇതിൻ്റെ മുകളിൽ തൂക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് ആ ഒരു ഡിഫറെൻറ്റ് എന്താ പറയുക സൗണ്ട് കേൾക്കുന്ന തരത്തിലുള്ള മണിയാണ്. ആ മണി അടിക്കാതിരിക്കാൻ ഇത് ഇലക്ട്രിക് ആക്കിയേക്കോ നോക്ക്, കണ്ടോ? അത് മറ്റേ മെഷീൻസ് വെച്ച് സെറ്റാക്കിയിരിക്കുക. നമുക്ക് അടിക്കാൻ പറ്റില്ല. ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആ 7 മണികളും എപ്പോഴും അത് അടിക്കും. എനിക്ക് തോന്നുന്നു പള്ളിയിൽ എന്തെങ്കിലും പരിപാടിയുള്ള സമയത്തായിരിക്കും ഇല്ലേ? വാ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം നമുക്ക്. യൂസ് ചെയ്യും. ഇലക്ട്രിക് ആക്കിയിട്ടില്ലേ? അപ്പോൾ എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള ഈ തൂണിൽ ഇത്തരത്തിലുള്ള വലിയ തടി വെച്ചിട്ട് തടി ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ ഭാരമുള്ള മണികൾ അവർ തൂക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കയറി വന്ന് മണികൾ കാണാം. നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ആണ്. കണ്ടോ, നമ്മൾ താഴെ നോക്കിയപ്പോൾ കണ്ടത് ഈ ഒരു ഭാഗമാണ്. ഇവിടെയും താഴേക്ക് ഇതേപോലെ വലിയൊരു ദ്വാരമുണ്ട് വെളിച്ചം കയറുന്നതിന് വേണ്ടി. ഈ വെളുത്തിലൂടെയാണ് ടവറിനുള്ളിലേക്ക് മൊത്തം വെളിച്ചം വരുന്നത്. ഈ മണി ഇവിടെ വെച്ചിരിക്കുന്നത്, ഇവിടെ 7 മണികളാണെന്ന് പറഞ്ഞില്ല. 1, 2, 3, 4, 5, 6, 7 അങ്ങനെയാണ് മണികൾ വരുന്നത്. അതിലേറ്റവും വലിയ മണിയാണിത്. 1890 എന്നൊക്കെ അത് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രണ്ടാമത് വീണ്ടും വെച്ചതായിരിക്കാം. ഏറ്റവും വലിയ മണി ഇതാണ്. ആ മണിയുടെ വലിപ്പം എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ എങ്ങനെയാ പറയാ? അതിപ്പോൾ ഫാസ്റ്റ് നമ്മുടെ തന്നെ എന്താ എത്ര ഉണ്ട്? അത്രയും വലിപ്പമുണ്ട്. ഏകദേശം ഒരു 4 അടി എങ്കിലും മിനിമം ഇതിന് ഹൈറ്റ് ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞത്. പിന്നെ ഈ കാണുന്നത് ഇതിൻ്റെ തൊട്ട് ചെറിയ മണിയാണ്. ഇത് ചെറുതാണ്. ഇതിൻ്റെ ചെറുതാണ് ഈ കാണുന്ന മണി. അതിൻ്റെ ചെറുതാണ് ആ കാണുന്ന മണി. അതിൻ്റെ ചെറുതാണത്. അതിൻ്റെ ചെറുതാണിത്. ഇതാണ് ഏറ്റവും ചെറിയ മണി. അതായത് ഓരോ വലിയ മണിക്ക് ഒരു സൗണ്ട് ആയിരിക്കും, ചെറിയ മണിക്ക് വേറെ സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഓരോ മണികൾക്കും ശബ്ദം വ്യത്യാസമായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റൽ ഫീൽ കിട്ടാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള പല കനത്തിലും പല വലിപ്പത്തിലുമുള്ള മണികൾ ഇവിടെ തൂക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഇറ്റാലിയൻ ഭാഷയിൽ എന്തൊക്കെയോ കുറേ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഒരു കുരിശ്, ആ കുരിശിൽ യേശു ക്രിസ്തു ഉണ്ട്. ക്രിസ്തു ഉണ്ട് അതിൽ ആ മണിയിൽ. അപ്പോൾ ഓരോ മണിയിലും ഓരോ രീതിയിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ യേശു ക്രിസ്തു ആയിരുന്നെങ്കിൽ ഇതിൽ മറ്റ് എന്തോ ഒരു എംബ്ലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഇവിടെയുള്ള മണികളെല്ലാം വെച്ചിരിക്കുന്നത്. ഈ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഫ്ലാഗ് പോസ്റ്റ് ഉണ്ട്. ആ ഫ്ലാഗ് പോസ്റ്റിൽ ഒരു റെഡ് കളറിലുള്ളൊരു ഫ്ലാഗ് കാണാം. അത് ഫ്ലാഗ് ഓഫ് പിസയാണ്. അതായത് ഇവിടുത്തെ പിസയുടെ ഫ്ലാഗാണ് ആ കാണുന്നത്. നമുക്ക് ഈ ഒരു പിസ ഗോപുരം ദൂരെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് ആ ഫ്ലാഗ് വളരെ മനോഹരമായിട്ട് എടുത്ത് കാണാൻ സാധിക്കും. ആ ഫ്ലാഗാണ് നമുക്കിവിടെ കാണുന്നത്. എന്താണെന്ന് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വെച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു പിസ ഗോപുരത്തിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സോ ഹാപ്പി ഫോർ ദാറ്റ്. നല്ല ഫീൽ അല്ലേ? അല്ലേ? അടിപൊളി അല്ലേ? അടിപൊളി, നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ പിസ ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറി നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ പിസ നഗരം നമുക്കിങ്ങനെ ചുറ്റിനും കാണാം. ഇവിടെ ഇങ്ങനെ ഇത്തരത്തിൽ കമ്പിവേലി ഇട്ടിട്ടുണ്ട് ഫോർ ദ സേഫ്റ്റി. പക്ഷെ ആ ഒരു പിസ ഗോപുരം, പിസ നഗരം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അങ്ങനെ പിസ ഗോപുരത്തിൽ നിന്നും നമുക്കിനി 296 പടികൾ നമുക്ക് താഴേക്ക് തിരിച്ചിറങ്ങണം. ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂർ, 1 മണിക്കൂർ വരെയൊക്കെ മതി നമുക്ക് ഇത് ഒന്ന് മുകളിൽ കയറി കണ്ടിട്ട് വരാനായിട്ട്. മൊത്തത്തിൽ നിങ്ങൾ പിസ ഫുൾ കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇവിടുത്തെ എല്ലാ മോണമെന്റ്സും കത്തീഡ്രലും ഗോപുരത്തിൻ്റെ മേളിലൊക്കെ കയറി കണ്ടു തീർക്കണം എന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും സമയം നിങ്ങൾ ഇതിനായിട്ട് കരുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് സാധിക്കുകയുള്ളൂ. അടിപൊളിയല്ലേ? ലെറ്റ്സ് ഗോ ഡൗൺ. പോവാം. യെസ്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. താഴെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് തിയേറ്ററിൽ കാണാൻ പോകാം. നമ്മൾ താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഡബിൾ തിരക്കായി ഇവിടെ. പക്ഷേ നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മുകളിലേക്ക് പോയിട്ട് വരാൻ സാധിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് കത്തീഡ്രൽ ആണെന്ന് തോന്നുന്നു. ഇത് കത്തീഡ്രലിലേക്ക് നമുക്ക് കയറാൻ പോയിട്ട്. ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു ടൂർ ഗൈഡാണ്. അവർ ടൂർ ഗൈഡ് കൂട്ടത്തിൽ വന്ന, അത് കണ്ടിട്ട് കോളേജ് പിള്ളേരാന്ന് തോന്നുന്നല്ലേ? അല്ലേ? കോളേജ് ടൂർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കോളേജിൽ നിന്ന് വന്ന ടൂർ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം കൊച്ചു പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന കോളേജ് ആയിരിക്കും, ചിലപ്പോൾ സ്കൂളും ആയിരിക്കും, പറയാൻ പറ്റില്ല. നിൽക്കുന്നതൊക്കെ കൊച്ചു പിള്ളേരാണ്ടില്ലേ?
സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കൊണ്ടുവന്ന സ്റ്റഡി ടൂർ ആയിരിക്കും ചിലപ്പോൾ. ഇവിടെ ഒരു ദേവാലയ വൈബൊന്നും അല്ല കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഈ കത്തീഡ്രലിൻ്റെ അകത്തേക്ക് കയറാനായിട്ട് സൈഡിൽ കൂടെ പോവാണ്. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇരുന്ന് ആളുകളൊക്കെ ഇരുന്ന് മദ്യപിക്കുന്നു, ബീർ കഴിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, കഞ്ചാവ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെയൊക്കെ മണം വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ? നമ്മളൊക്കെ ദേവാലയം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പവിത്രമായ സ്ഥലമായിട്ടില്ലേ നമ്മൾ കാണുന്നതെല്ലാം. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ ഒന്ന് കിസ് അടിക്കുന്നു. ബ്രോ ദൈവമേ, കിച്ചടിക്കുന്നു. അമ്പലത്തിലല്ല, പള്ളിയിലാണേ ഇതൊക്കെ. എന്റെ ദൈവമേ, വാട്ടർ. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ പലതും കണ്ടില്ല, ഞാനൊന്നും കണ്ടില്ല. ഞാൻ പലതും കണ്ടു. അപ്പോൾ നമുക്കിനി ഇപ്പൊ ആ കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് പോവാം. കത്തീഡ്രലിന്റെ മുൻഭാഗത്ത് നമ്മളെത്തി. വളരെ മനോഹരമായിട്ടുള്ള ഡോറ്, അടിപൊളി. ഞങ്ങൾ അങ്ങനെ ആ കത്തീഡ്രലിന്റെ ഉള്ളിലേക്ക് വന്ന് കയറി. ഇതെന്ത് വലിപ്പമാണിത്? മേളിലൊക്കെ നോക്കി. ഇത് രക്ഷയില്ല കേട്ടോ, അമേസിങ്. ഇത്രയും വലിയൊരു കത്തീഡ്രൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാരണം നമ്മൾ പല കത്തീഡ്രലിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു കത്തീഡ്രൽ ഇത് വേറെ സംഭവം കേട്ടോ. ഇതിൻ്റെയൊക്കെ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമ്മൾ നമ്മുടെ ലോവർ മ്യൂസിയത്തിൽ കണ്ടില്ലേ വളരെ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ, അതേപോലെയുള്ള പെയിൻറ്റിങ്സ് നമുക്ക് ഈ ബൈബിളിലെ ഓരോ കഥകൾ പറയുന്ന പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ തടി കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ, വളരെ മനോഹരമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ. അൾത്താരെന്ന് പറയുന്നതൊക്കെ വേറെ ലെവൽ. ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം മനസ്സിലാക്കി തരാം. നോക്കി, ദിസ് ഇസ് ഹ്യൂജ്. ഇതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 8 നില കെട്ടിടത്തിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് ഇതിന്. ഇവിടെ വന്നൊരു ടൂർ ഗൈഡിൻ്റെ കൂട്ടത്തിൽ വന്ന ആളുകൾക്ക് അവരുടെ ഭാഷയിൽ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ് ഓരോ സംഭവങ്ങളൊക്കെ. അതിമനോഹരം എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പിസാഗോപുരം കാണാൻ വരുന്നവർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇവിടേക്ക് വന്ന് കയറുക. ഇതൊറ്റ ടിക്കറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 27 യൂറോ കൊടുത്താൽ മതി ഒരാൾക്ക്. പിസാഗോപുരത്തിൻ്റെ മുകളിൽ കയറാൻ തന്നെ 20 യൂറോ ആവും. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓരോ സ്ഥലത്തേക്ക് കയറണമെങ്കിലും 7 യൂറോ വെച്ച് ടിക്കറ്റ് എടുക്കണം. അപ്പം കമ്പൈൻഡ് ടിക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ആ കമ്പൈൻഡ് ടിക്കറ്റ് എടുക്കുന്നതാണ് ലാഭം. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3-4 മോണുമെൻറ്റ്സിൽ നമുക്ക് ആ ഒറ്റ ടിക്കറ്റ് വെച്ച് നമുക്ക് കയറാൻ സാധിക്കും. ഷാൻലിയർ കണ്ടോ, ഒരു പഴയ ഷാൻലിയർ. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് കാണാം. അതിങ്ങനെ ആ ഒരു ഡോം പോലെ നിൽക്കുകയാണ്. ബ്യൂട്ടിഫുൾ. ഇതിൻ്റെയൊക്കെ മുകളിൽ അതൊക്കെ ഓരോ ഫ്ലോറാണ്. അവിടെയൊക്കെ പോയി നിൽക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഫ്ലോറുകളാണ്. ഇവിടെ നമുക്ക് ഒരു മാതാവിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അൾത്താരയുടെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നറിയോ, ഈ പിസയിൽ ഇതിങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോമിൽ വത്തിക്കാനിൽ പോകുമ്പോൾ എന്തായിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വത്തിക്കാനിലെ കത്തീഡ്രൽ, നമ്മുടെ മാർപ്പാപ്പയുള്ള കത്തീഡ്രൽ. ഇവിടെ നമുക്ക് ഒരു കല്ലറ കാണാൻ സാധിക്കും. സാൻ റാനിയേറി എന്ന് പറയുന്ന ഒരു സെയിൻറ്റിൻ്റെ കല്ലറയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം ഇവിടുത്തെ പിസയിലെ ഒരു വിശുദ്ധനായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1161 മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു കല്ലറയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഗോവയിൽ പോകുമ്പോഴത്തേക്കിനും നമ്മൾ കാണത്തില്ലേ, അതേപോലെ തന്നെയുള്ള ഒരു കല്ലറയ്ക്കുള്ളിലായിട്ട് ഒരു ബോഡി കിടക്കുന്ന പോലെ നമുക്ക് കാണാം. ഒറിജിനലാണോ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം നമുക്കവിടെ കാണാം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും. ഇവിടെ ശരിക്കും ടൈം എടുത്ത് കാണണം എന്നുണ്ടെങ്കിൽ കുറേ സമയമെടുക്കും. കാരണം ഇവിടെയുള്ള ഓരോ സംഭവങ്ങളും, ഈ വിളക്ക് കണ്ടില്ലേ, അതെനിക്ക് തോന്നുന്നൊരു സിൽവറിൻ്റെ ഒരു വിളക്കാണ്, ഒരു മെഴുകുതിരി സ്റ്റാൻഡാണ്. പിന്നെ ഇതുപോലെയുള്ള ധാരാളം പ്രതിമകൾ നമുക്ക് കാണാം. പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ ഈ ഒരു പള്ളിക്കുള്ളിൽ ചുറ്റിനും നമുക്കിങ്ങനെ ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത് കാണാം. പിന്നെ ഇതൊരു പ്രയർ ഏരിയ ആണ്. പിന്നെ ഇവിടെ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിലായിട്ട് മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഇലക്ട്രിക് ക്യാൻഡിൽസ് ആണ്, ബാറ്ററി ഓപ്പറേറ്റഡ് ക്യാൻഡിൽസ് ആണെന്ന് വേണേൽ പറയാം. ഒറിജിനൽ മെഴുകുതിരികളല്ല. ഈ കാണുന്നത് ഇവിടുത്തെ പ്രീസ്റ്റ് നിന്ന് പ്രസംഗിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേജ് പോലത്തെ ഒരു സ്ഥലം കണ്ടോ. പിന്നെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ നമുക്ക് തടി കൊണ്ടുള്ള സംഭവങ്ങളാണ് അൾത്താരയ്ക്കുള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഈവൻ കുറേ ഒരു എന്താ പറയുക, നമ്മൾ ഈ വിഗ്രഹങ്ങൾ പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണാം. അതിൻ്റെ മുകളിൽ ഇങ്ങനെ മെഴുകുതിരികൾ പോലെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന ഏതൊക്കെയോ വിശുദ്ധരുടെയൊക്കെ പ്രതിമകളായിരിക്കണം അതും തടിയാണ്. അതിൻ്റെ താഴെ നമുക്ക് ഇതുപോലെയുള്ള വീണ്ടും തടി കൊണ്ടുള്ള ഒരു സ്റ്റേജ് കാണാം. അതിന് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് വളരെ മനോഹരമായിട്ട് പെയിൻറ്റിങ്സ്, അത് പെയിൻറ്റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഓയിൽ പെയിൻ്റ് ഉണ്ടാവാം, പിന്നെ പലതരത്തിലുള്ള ക്യാൻവാസ് ചിത്രങ്ങളൊക്കെ ഉണ്ടാവാം, പിന്നെ മാർബിൾ കൊണ്ടും ടൈൽസ് കൊണ്ടും
പല രീതിയിൽ തിളങ്ങുന്ന രീതിയിൽ ചെയ്തിരിക്കുന്ന ഗ്ലാസ് കൊണ്ടുമൊക്കെ ചെയ്തിരിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പെയിൻറ്റിങ്ങുകൾ നമുക്ക് ഈ ഒരു അൾത്താരയിൽ കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പെയിൻറ്റിങ്. അത് അമേസിങ് വർക്കാണ്. മാർബിൾ എന്ത് ഫിനിഷിങ് അല്ലേ! ഇതെങ്ങനെ ബെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? എത്ര വർഷം മുമ്പ് ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളായിരിക്കും ഇതൊക്കെ. ഇത് തൊട്ട് കഴിയുമ്പോൾ എന്ത് സ്മൂത്താണ്. എവിടെ നോക്കിയാലും മാർബിളും തടിയും മാത്രമേ ഉള്ളൂ. ഫുള്ള് മാർബിളും തടിയും ഗ്രാനൈറ്റും. എൻ്റെ പൊന്നു, ഇവിടെ എന്തൊക്കെയോ റെസ്റ്റോറേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഭാഗം ഒരു അഭംഗിയിലിരിക്കുകയാണ്. അവിടെ ക്യാൻഡിൽ കത്തിക്കാനുള്ള പരിപാടി എന്താണെന്ന് അറിയുമോ? അതിനകത്ത് ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇട്ടോ കണ്ടോ, കോയിൻ ഇട്ടു നമ്മുടെ ലൈറ്റ് കത്തി. അതാണ്, അതായത് മെഴുകുതിരികൾ കൊണ്ടുവന്ന് കത്തിച്ച് ഇവിടെ വൃത്തികേടാക്കണ്ട എന്ന് ഉള്ള കൺസെപ്റ്റിലായിരിക്കാം ആ പരിപാടി. പിള്ളേരൊക്കെ കള്ള് പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടോ? നോക്ക്, കള്ള് പിടിച്ചും സിഗരറ്റ് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടോ. നമ്മളിനി ആ ബാപ്റ്റിസ്ട്രി കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ പുറത്ത് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇല്ല രാത്രി നമ്മളിവിടെ മനുഷ്യരില്ലായിരുന്നു. അത് തിങ്കളാഴ്ച നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോ ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. ഇന്ന് ഇവിടെ വന്നപ്പോ എന്തോരം ആൾക്കാരാ. എനിക്കൊന്നൊരു മിനിമം ഒരു 10-15,000 ആൾക്കാർ ഈ ഒരു ഗ്രൗണ്ടിൽ ഇപ്പോൾ ഉണ്ടാവും. പിള്ളേർ വരുമ്പോ കയ്യില് ഫുൾ ഒരു കേസ് ബിയറൊക്കെ ഉണ്ട്. ഇവര് കോളേജ് ട്രിപ്പാണോ അതോ ലെഷർ ട്രിപ്പാണോ എന്നറിയില്ല. എല്ലാവരുടെ കയ്യില് ബിയറും കള്ളും കഞ്ചാവും സിഗരറ്റും ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ബാപ്റ്റിസ്ട്രിക്കുള്ളിലേക്ക് പ്രവേശിക്കണം. അപ്പൊ അതെങ്ങനെയാ കയറുന്നത് നോക്കട്ടെ. ക്രൗഡായത് പിള്ളേരൊക്കെ സെൻഡ് ഓഫ് ആണോ? എല്ലാവരുടെയും ഡ്രസ്സില് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടാ. അതെ അതെ, ലാസ്റ്റ് ഡേ ഇൻ സ്കൂളോ കോളേജോ എന്തോ കഴിഞ്ഞിട്ട് വരുന്ന പോലൊക്കെ ഉണ്ട് കണ്ടു കഴിഞ്ഞാല്. അതുപോലെ തിരക്കാം. എല്ലാവർക്കും കൈ കൊടുത്താണല്ലോ പോകുന്നത്. എനിക്കെന്താ കൈ? യെസ്, എനിക്കെന്താ. ആ ശരി. ഇതെന്തേത് സംഭവം? കഞ്ചാവിന്റെ മണമാട്ടോ ഇവിടെ. ഫുള്ള് കഞ്ചാവിന്റെ മണം. സ്കൂൾ പിള്ളേരാ. എനിക്കറിയത്തില്ല എന്താ. ഇതിനകത്ത് കയറാം. ഇവരിങ്ങനെ റൗണ്ട് അടിക്കും, പ്രദക്ഷിണം എടുക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ. റൗണ്ടിലേക്ക് കയറാം. ഇതാണ് ബാപ്റ്റിസ്ട്രി. കമ്പൈൻഡ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മതി. കാരണം ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് പണ്ട് കാലത്ത് മാമോദീസ മുക്കിക്കൊണ്ടിരുന്ന സ്ഥലം. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മാമോദീസ മുക്കിക്കൊണ്ടിരുന്ന ആ ഒരു സ്ഥലമാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പൊക്കി പിടിച്ച് നോക്കട്ടെ. ഉണ്ടാവും അല്ലേ? കാണത്തില്ല, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. സ്റ്റാൻഡ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. കൊള്ളാം. ഇതാണ് ബാപ്റ്റിസ്ട്രി. വേറെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. ഒരു വലിയൊരു ഹോള്, ഇവിടെയും വർക്ക് നടക്കുന്നുണ്ട്. ഒരു വലിയൊരു ഹോളിൻ്റെ ചുറ്റിനും നമുക്ക് ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ഗ്ലാസ് പെയിൻറ്റിങ്സ് കാണാം. നല്ല ഹൈറ്റ് ഉണ്ട്. അതേപോലെ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോഴാണ് ഇതൊക്കെ ഭംഗി. ഇവിടെ എല്ലാം പുറത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി. കത്തീഡ്രൽ ഒഴിച്ച്, കത്തീഡ്രൽ മാത്രമാണ് അകത്തുനിന്ന് കാണുമ്പോൾ ഒടുക്കത്തെ ഭംഗി. ഇവിടെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ക്യാമ്പോ സാന്റോ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. പോയി നോക്കണം. ഇതാണ് ഇവരുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ. വേറെ വെബ്സൈറ്റിൽ നിന്നൊക്കെ എടുത്ത റേറ്റ് കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ കയറി വന്നിരിക്കുന്നത് സെമിത്തേരിയിലേക്കാണ്. സെമിത്തേരി എന്നായിരുന്നു ഈ ഒരു വാക്കിൻ്റെ ഇറ്റാലിയൻ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ആ 12-ാം നൂറ്റാണ്ടിലെ ഒരു സെമിത്തേരിയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ സെമിത്തേരിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെറുസലേമിലെ ഗൊൽഗോത്ത എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതായത് ഗൊൽഗോത്ത എന്ന് പറയുന്ന ജെറുസലേമിലെ ഒരു സ്ഥലമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സെമിത്തേരി ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇവിടെ ഒരു സെമിത്തേരി ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ 1278 കാലഘട്ടങ്ങളിൽ ഈ പള്ളിയൊക്കെ നിർമ്മിച്ചതിന് ശേഷം ഈ കോമ്പൗണ്ടിൽ അവസാനമായി നിർമ്മിച്ച ഒരു കെട്ടിടമാണ്, അല്ലെങ്കിൽ ഒരു സമുച്ചയമാണ് ഇതെന്ന് പറയുന്നത്. ഇതിനകത്തും കുറച്ച് ചാപ്പലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഗൊൽഗോത്തയിലെ മണ്ണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവിടെ ശരീരം അടക്കി കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ ആ ശരീരം, ആ മൃതദേഹം അഴുകിച്ചേരുമെന്നാണ് പറയപ്പെടുന്നത്. മണ്ണായി മാറുമെന്നാണ് പറയുന്നത്. അതാണ് ആ മണ്ണിൻ്റെ പ്രത്യേകത എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് സൈഡിലായിട്ട് ഇതുപോലെയുള്ള ശവക്കല്ലറകൾ പോലെയുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ താഴെ നിന്നെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി പണ്ട് കാലത്ത് എന്താ പറയുക, നമ്മുടെ ഇപ്പോഴത്തെ സംഭവങ്ങൾ പോലത്തെ ഒരു ശവക്കല്ലറ സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ചിലത് ഓപ്പൺ ആണ്, ചിലത് ക്ലോസ്ഡ് ആണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഇതുപോലത്തെ ആ ഒരു പെയിൻറ്റിങ്ങുകളൊക്കെ അവരവിടെ റീസ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പലതരത്തിലുള്ള റീസ്റ്റോറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് ഈ ഒരു ഏരിയ മുഴുവനായിട്ടും. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടെ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഈ ഒരു പിസാ ഗോപുരം കാണാൻ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ വലിയൊരു
സെമിത്തേരി അങ്കണമാണ്. നോക്കിയേ എന്ത് വലുതല്ലേ. ഇങ്ങനത്തെ ഒരു സെമിത്തേരി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് കല്ലറകൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ കല്ലറകളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങ് ദൂരെ ദൂരെ നോക്കിയാലും നമുക്ക് പല സംഭവങ്ങളും നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കാണാം. ഉണ്ടോ, മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും കാണാം. ഞങ്ങളിപ്പോൾ അവസാനമായിട്ട് പിസാ ഗോപുരത്തിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കയറി നിൽക്കാനായിട്ട് ഒരു തൂണ് പോലും കിട്ടുന്നില്ല, അതുപോലെ തിരക്കാണ്. അപ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് പിരിയണം. ഫാസിൽ ബ്രോ ഇന്ന് നമ്മളെ വിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ പോലെ അല്ല, അങ്ങനല്ല, ആ അർത്ഥത്തിലല്ല പറഞ്ഞേ. ഫാസിൽ ബ്രോ ഇന്ന് നമ്മളെ വിട്ട് ലണ്ടനിലേക്ക് പോവുകയാണ്, പറക്കുകയാണ്. ഇനി അടുത്ത ഏതാനും ദിവസങ്ങളിൽ എൻ്റെ യാത്ര ഒറ്റയ്ക്കാണ്. ഇവിടുന്ന് റോമിലേക്കും അവിടുന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ ഐ വിൽ മിസ് യു ഗൈസ്. ഐ വിൽ മിസ് യു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ലണ്ടനിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാം. അവിടുന്ന് തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകും. നോമ്പിനെ ഫാമിലിയിലൂടെയാണ് കംഫർട്ട്. യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻജോയ് ദ ടൈം. അപ്പൊ പെരുന്നാളിന് കാണാൻ പറ്റുമോ? പെരുന്നാളിന് അത് ലണ്ടനിലായിരിക്കുമോ പെരുന്നാള്? അതെ, ആണല്ലേ. എന്നാലും നോക്കാം. അപ്പോൾ പിസാ ഗോപുരത്തിൻ്റെയും ഇവിടുത്തെ സമീപ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നാളെ കാണാം മറ്റൊരു വീഡിയോയുമായിട്ട്. നാളെ ഞാൻ ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ എടുത്തിട്ട്, ലോക്കൽ ട്രെയിൻ അല്ല, ഇവിടുത്തെ ട്രെയിൻ എടുത്ത്, ഇറ്റാലിയൻ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ റോമിലേക്ക് പോവാണ്. ഞാൻ ഒറ്റയ്ക്ക്. നാളെ വീണ്ടും നമ്മുടെ സോളോ ട്രിപ്പ് ബിഗിൻസ്. അപ്പോൾ സീ ഗൈസ് ടുമോറോ. അതിലേക്കും ബൈ. ഇവിടെ തിരക്കാണ് ഗൈസ്, മൊത്തം തിരക്കാണ്, ഫുൾ തിരക്ക്.